നോർത്ത് ഇന്ത്യൻസ് ഏറെ ഇഷ്ടപ്പെടുന്ന കോളിഫ്ലവർ മസാലയാണ് ഇന്നുണ്ടാക്കുന്നത്. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. നമസ്കാരം. എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ഫ്രഷ് ആയിട്ടുള്ള 1/2 കിലോ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറി വെന്ത് വരുമ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ വെന്തുടഞ്ഞു പോകും. ഇതിൻ്റെ തണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ ഇതിനുള്ളിലോട്ടൊക്കെ മസാല കയറി ചെന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. ഇനി ഈ കോളിഫ്ലവർ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പിന്നെ കോളിഫ്ലവർ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമെടുത്ത് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി തിളച്ച് വന്നാലുടൻ കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മഞ്ഞളും ഉപ്പും ഒക്കെ ഇതിലിട്ടിട്ടുള്ളത് കൊണ്ട് ഇതിലെന്തെങ്കിലും വിഷാംശമോ അണുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോയിക്കോളും. ഇതിങ്ങനെ 5 മിനിറ്റ് വെച്ചേക്കാം. 5 മിനിറ്റിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഇതിന് മുകളിൽ ഒരു കോട്ടിങ്ങും ക്രിസ്പിനെസ്സും ഒക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ആട്ട ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ആട്ട ഇട്ട് കൊടുക്കാം. ആട്ടയ്ക്ക് പകരം മൈദയോ കടലമാവോ ഇതിലേതെങ്കിലും വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഇതിൽ കുറച്ച് കസൂരി മെത്തി കൂടെ ചേർക്കാം. കസൂരി മെത്തി തണുത്തിരിക്കുകയാണ്, ഒന്ന് ചൂടാക്കിയിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി പൊടിച്ച് ചേർത്താൽ മതി. കോളിഫ്ലവർ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചതായതുകൊണ്ട് ഇപ്പം ഇത് ഉപ്പ് ചേർക്കുന്നില്ല. ഇതിനൊരു നനവുള്ളതുകൊണ്ട് ഇട്ടിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം ഒരു കോട്ടിങ് പോലെ ഒട്ടിപ്പിടിച്ചിരുന്നോളും. ഇനി ഇത് വറുത്ത് കോരിയെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ഇത് സൺഫ്ലവർ ഓയിലാ. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ സൺഫ്ലവർ ഓയിലോ മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം കോളിഫ്ലവർ ഒന്നിന് മുകളിൽ ഒന്നാകാതെ ഇങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാം. ഇത് ഇട്ടാൽ ഉടൻ തന്നെ ഇളക്കരുത്. ഒരു 30 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ടേ ഇളക്കാവൂ. ഉടൻ തന്നെ ഇളക്കിയ ഈ കൂട്ടിങ് തവിയിൽ ഒട്ടിപ്പിടിച്ചിങ്ങി പോരും. പിന്നെ ഇത് ഓരോന്നോരോന്നായി തിരിച്ചു മറിച്ചു വിട്ട് എല്ലാ വശവും ഒരേപോലെ മൂപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം മൂപ്പിക്കാൻ. പുറം ഒരു ചെറിയ രീതിയിൽ ഒരു ഗോൾഡൻ കളറായി വന്നാൽ മതി, അധികം മൂപ്പിക്കണ്ട. ഇനി കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് അത്രയും കൂടെ വറുത്ത് കോരിയെടുക്കാം. ഇത് മൂത്ത് വരുമ്പോഴേക്ക് ഇതിലേക്ക് വേണ്ടുന്ന കുറച്ച് മസാല തയ്യാറാക്കിയെടുക്കാം. 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും, ഇതോടൊപ്പം തന്നെ ഒരു പച്ചമുളക് കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കോളിഫ്ലവർ വറുത്ത ഈ ബാക്കി എണ്ണയിലോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ കുറച്ച് കുരുമുളക്, ഒരു 8-10 എണ്ണം, അതോടൊപ്പം ഒരു ബേ ലീവ്സ് കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചതൂടെ ഇട്ട് ഇത് നന്നായിട്ട് വഴറ്റാം. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സവോള ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് ഇനി ഉള്ളി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഉള്ളി വഴണ്ടി വരുമ്പോഴേക്കും മീഡിയം സൈസ് വലുപ്പമുള്ള 2 തക്കാളി ഗ്രേറ്റ് ചെയ്ത് വെക്കാം. തക്കാളി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തോ മിക്സിയുടെ ജാറിലിട്ട് അരച്ചോ എടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർക്കാം. 1/2 കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും. അല്ലാത്ത ഫ്രഷ് ഗ്രീൻ പീസ് ആണെങ്കിൽ കുറച്ചുകൂടെ സമയമെടുത്ത് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റ് ആയപ്പോഴേക്കും ഗ്രീൻ പീസൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ചേർക്കാം. ഈ കറിക്ക് അധികം പുളിയായി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അതുകൊണ്ട് അധികം പുളിയില്ലാത്തതിനം തക്കാളി വേണം ചേർക്കാൻ. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് അടച്ചു വെച്ച് എണ്ണ തെളിയുന്നവരെ ഒന്ന് വേവിക്കാം. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞും വരും. അടി പിടിക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കും വേണം. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവർ ഇതിലോട്ട് ചേർത്ത് മസാലയൊക്കെ ഇതിൻ്റെ പുറത്താകുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ സോഫ്റ്റായിട്ട് കോളിഫ്ലവർ ഒന്നും പൊടിഞ്ഞു പോകാത്ത പോലെ വേണം ഇളക്കി കൊടുക്കാൻ. ഇങ്ങനെ 1 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം മസാലയൊക്കെ എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി കുറച്ച് മസാലപ്പൊടികളും കൂടെ ചേർക്കാം. ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് 3/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 3/4 ടീസ്പൂൺ കസൂരി മെത്തി. ഇത് കൈകൊണ്ടൊന്ന് ഞെരടി പൊടിച്ചിടാം. കസൂരി മെത്തി ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ തരുന്നതാണ്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത്. കസൂരി മേത്തി തണുത്തിരിക്കുകയാണെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി പൊടിച്ച് ചേർത്താൽ മതി. ഇനി കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം.
വെള്ളം ചേർക്കുമ്പോൾ തണുത്ത വെള്ളം ഒഴിക്കാതെ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. നല്ല ചാറോട് കൂടിയുള്ള കറിയാ വേണ്ടിയെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിതിപ്പോൾ ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് അടച്ചു വെക്കാം. കോളിഫ്ലവർ ആദ്യമേ തന്നെ ഫ്രൈ ചെയ്തെടുത്തതായോണ്ട് അധികം വേവൊന്നുമില്ല കോളിഫ്ലവറിന്. മസാലയൊക്കെ കോളിഫ്ലവറിലൊന്ന് പിടിച്ചു വരാനുള്ള സമയം കൊടുത്താൽ മതി. 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ തുറന്ന് അടി പിടിക്കാതെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പൊ കറി വെന്ത് ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനി ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ തിക്കായി വരും. ഇനി കറിക്ക് മുകളിലൂടെ മല്ലിയില വിതറി ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതോടിട്ട് സെർവ് ചെയ്യാം. ഇത് കണ്ടില്ലേ, കോളിഫ്ലവർ ഒന്നും പൊടിഞ്ഞു പോകുകയൊന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഫുൾഗോബി മസാല ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി ഇതിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.